അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൊബൈലിൽ നോക്കി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒളു നിർബന്ധമുണ്ടോ എന്ന് വിവിധ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഡിസ്പ്ലേയിൽ ഖുർആൻ ഉണ്ടാകുന്ന സമയത്ത് ഒളുവോടുകൂടെ തന്നെ ആവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ശരിക്കും ഒരു മുസാഫ് കയ്യിൽ പിടിക്കുന്ന പ്രതീതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു റൂട്ടാണ് അതിനോടുള്ള അദബ്. അതുകൊണ്ട് ഒന്നുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ മൊബൈലുമായിട്ട് ടോയ്ലറ്റിലേക്കൊക്കെ പോണതിന്റെ വിധി എന്താണ്? ഖുർആൻ ഡിസ്പ്ലേയിലാകുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് വറീഡാവേണ്ടത്, അതിന്റെ ബഹുമാനം ശ്രദ്ധിക്കേണ്ടത്. അതേ സമയത്ത് മെമ്മറിയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതുമായിട്ട് ബാത്റൂമിൽ പോണതിന് കുഴപ്പമൊന്നുമില്ല, ശരിയല്ലേ? കാരണം അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോ നമ്മക്ക് തന്നെ ബാത്റൂമിൽ പോകാൻ പറ്റാണ്ട് വരും. നമ്മളെ മെമ്മറിയിലുണ്ടാവുമല്ലോ കുറെ ഖുർആനൊക്കെ. അപ്പോ മെമ്മറിയിലാകുമ്പോ കുഴപ്പമില്ല. ഡിസ്പ്ലേയിൽ വരുന്ന സമയത്താണ് അതിന്റേതായിട്ടുള്ള അവസ്ഥകൾ അതിന് കടന്നു വരിക. അതുകൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇങ്ങനെയാണെങ്കിലും നല്ല സൂക്ഷ്മതയുള്ള ബഹുമാനത്തിന്റെ സാലിഹ്യങ്ങളുടെ സ്വഭാവമൊക്കെ എങ്ങനെ വെച്ചാൽ അതുമായിട്ട് ആ ടോയ്ലറ്റ് പോകരുത് എന്ന് തന്നെയാണ്. ഇപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാലോ. ഖുർആൻ എഴുതാൻ വേണ്ടി കടലാസ് തന്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ഖുർആനിൽ പിന്നെ എഴുതാൻ പോണുള്ളൂ. പക്ഷെ ആ കടലാസ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ആ റൂമിൽ ബഹുമാനപ്പെട്ടവര് ആ കടലാസിനോട് ഒരു വല്ലാത്ത ബഹുമാനം കാണിച്ചു. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ ഈ മൊബൈലിൽ ഖുർആൻ അടക്കമുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതിനോട് ബഹുമാനം കാണിക്കുന്ന ശൈലി തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ കണിശത പറയുന്നില്ല എന്ന് മാത്രം. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.